ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തുന്നു. കഞ്ചാവ് കേസിൽ റാപ്പർ വേടൻ ഉൾപ്പെടെ 9 പേരുടെ അറസ്റ്റ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേടന്റെ കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും 9 ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. റാപ്പർ വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വേടൻ വിളിക്കുന്ന ഹിരൺ. അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9.5 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവരുടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിച്ചത് പരിപാടിക്കായി തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായെന്ന് വേടന്റെ മൊഴി. സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറില്ലെന്നും ചോദ്യം ചെയ്യലിൽ വേടൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. മാലയിലുള്ളത് പുലിപ്പല്ല് തന്നെയെന്ന് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടൻ മൊഴി നൽകി. പുലിപ്പല്ല് തായ്ലൻഡിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും വേടൻ പറഞ്ഞു. കൂടുതൽ പരിശോധന നടത്തുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കയ്യിൽ കിട്ടിയിട്ടില്ല. കസ്റ്റഡി ചെയ്ത് സാധനം സീസ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം നടപടിയെടുക്കും. ഇല്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഞങ്ങൾ ജസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഞങ്ങൾ അറിയാൻ പറ്റും. ഒരു സെക്കൻഡ് ഞങ്ങൾ പരിശോധന നടത്തിയിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവരുമ്പോഴേ ചെയ്യുള്ളൂ. പ്ലീസ്. വേടന്റെ അറസ്റ്റിനു പിന്നാലെ ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് റാപ്പ് ഷോ ഒഴിവാക്കി. നിതിൻ അംബുജൻ, എസ് ശ്യാംകുമാർ കൊച്ചി, ഇവർ രണ്ടുപേരും ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറുമാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ് പോകുന്നത്. വിഷ്ണു, ഈ കഞ്ചാവ് പിടിച്ചെടുക്കുന്നു, അതിനുശേഷം വിവരങ്ങൾ കൂടുതൽ ശേഖരിച്ച് അറസ്റ്റിലാകുന്നു, മൊഴികൾ എടുക്കുന്നു. ഒപ്പം തന്നെ ഈ മാല പരിശോധിച്ചപ്പോൾ അത് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തുന്നു. അതിലും വലിയൊരു ഗുരുതരമായ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ആ വിവരങ്ങളെല്ലാം ഈ മണിക്കൂറിലെ അപ്ഡേഷൻ എന്താണ് വിഷ്ണു? വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. റാപ്പർ വേടൻ കഞ്ചാവുമായി പിടിയിലായി എന്നുള്ളത്. 5 ഗ്രാം കഞ്ചാവുമായി പിടിയിലായി. വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വേടനൊപ്പം ഉണ്ടായിരുന്ന 8ഓളം വരുന്ന സുഹൃത്തുക്കളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിനിടയിലാണ് പോലീസ് പരിശോധനയിൽ വേടന്റെ കഴുത്തിലെ മാല പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. അങ്ങനെ വേടനോട് ചോദിക്കുന്ന ഘട്ടത്തിൽ ഇത് പുലിനകമാണ്, ഇത് തായ്ലൻഡിൽ നിന്ന് വാങ്ങിയതാണ് എന്നൊരു മൊഴി നൽകി. പിന്നാലെ ഫോറസ്റ്റ് വിഭാഗവും ഇവിടെ എത്തി പ്രാഥമിക പരിശോധന നടത്തിയ അദ്ദേഹം അവർ തിരിച്ചുപോയി. ആദ്യം ഇത് ആനക്കൊമ്പ് എന്ന വിശേഷണത്തിലാണ് അവർ വന്നതെങ്കിലും ആനക്കൊമ്പല്ല എന്ന് മനസ്സിലാക്കി അവർ പോയി. പിന്നീട് വേടൻ തന്നെ ഇക്കാര്യം അവരോട് പറയുകയായിരുന്നു, അതായത് പുലിനകമാണ് എന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് വീണ്ടും അവർ സ്റ്റേഷനിലേക്ക് എത്തിയത്. വിശദമായ പരിശോധന സ്റ്റേഷനിൽ എത്തിച്ച് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാല ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവ്, അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുന്നതിനുള്ള പേപ്പർ, മറ്റു വസ്തുക്കൾ, അതായത് 9 ലക്ഷം രൂപയടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ 9 ലക്ഷം രൂപ റാപ്പ് മ്യൂസിക് നടത്തിയതിന്റെ ഭാഗമായി, പ്രോഗ്രാമിന്റെ ഭാഗമായി ലഭിച്ച പണമാണെന്നാണ് വേടൻ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ സോഴ്സ് അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും അത് വിട്ടു നൽകുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വേടന് ജാമ്യം കിട്ടും, അതിലൊരു തർക്കവുമില്ല. കാരണം 5 ഗ്രാം കഞ്ചാവ് മാത്രമാണ് പിടികൂടിയിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നതനുസരിച്ച് ഇവിടെ കൂടുതൽ എമൗണ്ട് കഞ്ചാവ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ഉപയോഗിച്ച് തീർന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ആരാണ് വേടന് കഞ്ചാവ് കൈമാറിയെന്നുള്ളതിൻ്റെ വിവരങ്ങളൊക്കെ പ്രാഥമികമായി പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോലീസ് വരും ദിവസങ്ങളിൽ കടക്കും. പക്ഷേ വേടനെ സംബന്ധിച്ചിടത്തോളം കുരുക്കുമുറുകാൻ പോകുന്നത് വനം വകുപ്പിൻ്റെ പരിശോധനയിലാണ്. അത് പുലിനകമാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വേടൻ്റെ അറസ്റ്റും അതോടൊപ്പം തന്നെ ജയിലിലേക്കടക്കം പോകേണ്ടി വരും. സാധാരണ വനംവകുപ്പ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പ്രാഥമിക ഘട്ടത്തിൽ ജാമ്യം ലഭിക്കാറില്ല. പിന്നീട് കോടതിയിലൊക്കെ പോയി ദിവസങ്ങൾ കഴിഞ്ഞാണ് ജാമ്യം ലഭിക്കുന്നത്. ആ സാഹചര്യത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അല്പസമയത്തിനകം തന്നെ വേടന്റെ ഈ ഫ്ളാറ്റിനകത്തുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വേടനെ പുറത്തേക്ക് ഇറക്കും. ഇവിടെ നേരെ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോകുക. അവിടെ മെഡിക്കൽ പരിശോധന നടത്തും. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയായിരിക്കും മാലയടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയും അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ നടത്തുക. ആ കേസിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും നടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ ഏകദേശം 12 മണിയോടുകൂടിയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ, STO വിഭാഗത്തിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ വേടന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്താൻ എത്തുന്നത്. നേരത്തെ അവർക്ക് വേടനുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവരങ്ങളെല്ലാം ക്രോഡീകരിച്ച് സമാഹരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിശോധന നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ആ പരിശോധന വളരെ കൃത്യമായി സ്പോട്ട് ചെയ്യപ്പെടുന്നു. അവിടെ നിന്ന് കൃത്യമായി ലഹരി വസ്തുക്കളൊക്കെ പിടികൂടാൻ പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് വേടനടക്കമുള്ള 80 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വേടന്റെ സുഹൃത്തുക്കളുടെ കാറടക്കം പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും മറ്റു വസ്തുക്കളൊന്നും കണ്ടെത്താനായിട്ടില്ല.
വേടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വേടൻ്റെ ഒരു പെർഫോമൻസും അയാളെ കേൾക്കാൻ വരുന്ന ആളുകളുടെ ഒരു ജനത്തിരക്കും അയാൾ പറയുന്ന രാഷ്ട്രീയവും അയാളുടെ വാക്കിൻ്റെ മൂർച്ചയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും വേടൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. അതെല്ലാമാണ് ഈ കേസിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും സാമൂഹ്യമായി മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യമായി ആളുകൾക്കിടയിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ഒരുപാട് യുവാക്കളെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഭാഗത്തു നിന്നാണ് ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം സിനിമാ വ്യവസായപ്പെട്ട ആളുകളും ഒക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അയാളുടെ പക്കൽ നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുക എന്ന് പറയുന്നത് അത് അംഗീകരിക്കാവുന്നതിനും അപ്പുറത്താണ്. അതുതന്നെയാണ് ഇതിൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യപരമായി ഈ കേസിനെ ഏറെ പ്രസക്തി ഉണ്ടാക്കുന്ന ഒരു വശം അതാണ്. അല്പസമയത്തിനകം തന്നെ വേടനെ ഈ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറക്കും. ഏറെ നാളായി കണിയാമ്പുഴയിലുള്ള ഈ ഫ്ളാറ്റിലാണ് വേടൻ താമസിക്കുന്നത്. സ്ഥിരമായി ഇവിടെ ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ വരവ് പോക്കുണ്ട് എന്നുള്ളത് പോലീസിന്റെ പക്കൽ വിവരമുണ്ട്. ഇവിടെ എത്തി ലഹരി ഉപയോഗം നടത്തുന്ന ആളുകളുടെ പക്കൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് സംഘം ഇന്ന് ഇവിടെ കൃത്യമായി സ്പോട്ട് ചെയ്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിൽ. യുവതലമുറ മുഴുവനും ഒന്നടങ്കം ഈ അടുത്ത കാലത്തൊന്നും ഇത്രയേറെ യുവതലമുറയെ ഇത്രയേറെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ആളുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അത്രയേറെ പുരുഷാരം ജനക്കൂട്ടമാണ് ഈ വേടൻ പോകുന്നിടത്തെല്ലാം, വേടൻ പരിപാടികൾ അവതരിപ്പിക്കുന്നിടത്തെല്ലാം ഉള്ളത്. അതിലുള്ളൊരു രാഷ്ട്രീയം, അതിനോട് യോജിക്കുന്ന പുതുതലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് അവരെ അവരുടേതായ രീതിയിൽ, അവരുടേതായ ഭാഷയിൽ, അവരുടെ ശൈലിയിലാണ് വേടൻ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ആകാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു, കഞ്ചാവുമായി പിടിയിലായി എന്ന് പറയുമ്പോൾ ആ വാർത്തയുടെ ഗൗരവവും ഇരട്ടിയാവുകയാണ്. വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എസ് ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഈ അന്വേഷണത്തോട് അതുപോലെ പരിശോധനകളോട് ഒക്കെ സഹകരിക്കുന്ന ഒരാളെ വേടനെയാണ് നമ്മൾ കണ്ടത്. മറ്റ് ചില ആളുകളുടെയൊക്കെ കാര്യത്തിൽ ഒട്ടും ആദ്യം സഹകരിക്കാതിരിക്കുക, ഒന്നിനും ഒരു മറുപടി വ്യക്തമായി പറയാതിരിക്കുക, ഇത് അങ്ങനെയൊന്നുമില്ല. കൃത്യമായി ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതൊരു പതിവ് രീതിയല്ല, ഇതൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രോഗ്രാമിന് തുടങ്ങും മുൻപ് അങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും ഗൗരവമേറിയ ഒരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ അതിന് കൂടുതലായിട്ട് ഇരട്ടിയാക്കുന്ന രീതിയിൽ ഇപ്പോൾ ആ പുലിപ്പല്ല് ഉപയോഗിച്ചു എന്നുള്ളതും, അത് വനം വകുപ്പ് ആ രീതിയിലുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകുമെന്നും അറിയുന്നു. ഇപ്പോൾ എന്താണ് പോലീസ് സ്റ്റേഷനിൽ, ശ്യാം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ ഉള്ളത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് വേടൻ്റെ മാലയിൽ നിന്നും കണ്ടെത്തി എന്ന് പറയുന്ന പുലിപ്പല്ല്, അത് പുലിപ്പല്ലാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാനുള്ള പരിശോധന നടക്കുക. വനംവകുപ്പിൻ്റെ കോടനാട് നിന്നുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പുലിപ്പല്ല് എന്ന് സംശയിക്കുന്ന വസ്തു ഇവിടെ എത്തിച്ച് പരിശോധന നടത്തുകയും അത് പുലിപ്പല്ലാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ, അത് പുലിപ്പല്ലോ പുലിനഖമോ ആണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ വേടനെതിരായിട്ട് നിലവിലെടുത്തിരിക്കുന്ന കേസിൻ്റെ സ്വഭാവം ആകെ മാറുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നിലവിൽ 5 ഗ്രാം 6 ഗ്രാം കഞ്ചാവ് കിട്ടിയ കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ടാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു വന്യമൃഗത്തിൻ്റെ പല്ലോ നഖമോ ആണ് എന്നുണ്ടെങ്കിൽ അത് കേസ് ജാമ്യമില്ലാ വകുപ്പായി മാറും. സ്വാഭാവികമായും ഇത് ഉപയോഗിക്കാൻ ഇന്ത്യയിൽ ആർക്കും അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഷെഡ്യൂൾ കുറ്റകൃത്യമായി മാറുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അങ്ങനെയാണെങ്കിൽ അത് റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാകുക. ഏതായാലും ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അതിൻ്റെ പരിശോധന നടത്തി അത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ തങ്ങൾക്ക് കഴിയും. അതിനുള്ള അനുഭവ സമ്പത്ത് തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗികമായ പരിശോധനാ ഫലത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മളും ഉള്ളത്. ഏതായാലും തായ്ലാൻഡിൽ നിന്ന് അത് കൊണ്ടുവന്നു, അത് വാങ്ങി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വേടൻ പോലീസിന് മൊഴി നൽകിയത്. അതോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലീസായി വിവരം അറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ആ പരിശോധനാ ഫലം വരുമ്പോൾ മാത്രമേ ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാൻ സാധിക്കൂ. ഒറിജിനൽ ആണ് എങ്കിൽ വേടൻ കൂടുതൽ പുലിവാലി പിടിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് ഒരു വന്യമൃഗത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവയവങ്ങൾ, അത് നഖം, പല്ല്, അങ്ങനെ ആനയുടെ കൊമ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് വലിയ കേസുകളിലേക്കും നിയമക്കുരുക്കിലേക്കും പോകുന്ന വസ്തുതയാണ്. മുൻപ് പലർക്കും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉള്ളതാണ്. ആ സാഹചര്യത്തിൽ തന്നെ വേടനെ വീണ്ടും അത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അത് ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരെ സൃഷ്ടിക്കും. ഏതായാലും നിലവിൽ അതിൻ്റെ പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല. അത് ഇവിടെ എത്തിച്ച് പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാകും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത് ഒറിജിനൽ ആണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതിൽ വ്യക്തത വരികയുള്ളൂ.